ഇന്നത്തെ വീക്കിൽ ഞാൻ 3 ക്യാരക്ടറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതും ഡിഫറെന്റ് ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റീവ് വീഡിയോന്റെ ഒരു ഷൂട്ടായിരുന്നു. ഇവിടെ ഹിന്നുണ്ട്, ഇവിടെ അൻസിത ഗിംബൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാ. കണ്ടില്ലേ എൻ്റെ ലുക്ക്? കണ്ടില്ലേ? ഹാപ്പിയാണ് മക്കളെ. ഇപ്പൊ എനിക്ക് എത്ര വയസ്സിന്റെ ക്യാരക്ടറാടാ? ഒരു 60 എത്ര തോന്നും? 50 55 ഒക്കെ തോന്നും എന്നാണ് പറയുന്നത്. 49 വയസ്സല്ലേ? 49 വയസ്സ് തോന്നും? തോന്നില്ല നമുക്ക്. എന്താണ് ഷുഗർ ഡാഡിയാ? ഇവനാക്കിയാണെങ്കിൽ ഷുഗർ ഡാഡി ആയിരുന്നു അല്ലേ? ഇവനാക്കിയാണെങ്കിൽ കറക്റ്റ് ഷുഗർ ഡാഡി. ജെൻസി തന്ത. അടുത്തത് ഈ മിററിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഷോട്ടാണ്. നിരപ്പിച്ച് കണ്ടില്ലേ? പൗണ്ട്സിന്റെ പൗഡർ ഒക്കെ വെച്ചിട്ടാണ് നിരപ്പിച്ചത്. ഇനി അടുത്തത് നമ്മളെങ്ങനെ ഷോട്ട്? അടുത്ത ഷോട്ട് ഒരു ബാക്ക് ഷോട്ടാണ്. ബാക്ക് ഷോട്ട് വന്ന് നേരെ മിററിലോട്ട് കൊടുക്കും. എന്റെ മുഖം ഒന്ന് രജിസ്റ്റർ ആക്കും, എന്നിട്ട് ഫേസിൽ ഡയറക്റ്റ് ക്യാമറ വെച്ചെടുക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. ഈ ലുക്കിൽ ആർക്കെങ്കിലും ക്യാരക്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിക്കും. ഫ്രീ ആയിട്ട് പറഞ്ഞ കുറെ വരില്ലേ? ഫ്രീ അല്ല എന്തെങ്കിലുമൊക്കെ ഒരു 500 ഒരു ബിരിയാണി, 500 ഒരു ബിരിയാണി. പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞോ? കണക്ക് അധ്യാപകന്റെ പോലെ തോന്നുന്നില്ല. മുന്നേ പഠിപ്പിച്ച ഏതെങ്കിലും അധ്യാപകരെ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് ശരിക്കും നീയാ ചെയ്യേണ്ടത്. ആ മീശ വെളുപ്പിച്ചിട്ട്. അപ്പോൾ രസകരമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫൈനലായിട്ട് അവസാനം ഞാൻ ഈ വീഡിയോ കൊടുക്കാം, നിങ്ങൾ എന്തായാലും കാണും. ബൈ ഗൈസ്. മൂവി ആക്ടർ ജേണിയിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രീം എന്താണ്? ബിഗ് സ്ക്രീനില്ലേ? അപ്പോൾ ഇത് വേറൊരു ക്രൂ, അതാണ് നമ്മുടെ ഡയറക്ടർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ സ്റ്റോറിനെ പറ്റിയിട്ട് സ്റ്റോറി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലവ് സ്റ്റോറിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ നായിക എൻ്റെ ഡേ 2 ആണ് ഈ ഷോർട്ട് ഫിലിമിലെ. ഇവരുടെ ഡേ എത്രയായിരുന്നു? 4. അപ്പോൾ ഇന്നും നാളെയും ഉണ്ട് ഷൂട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് സുഭാഷ് പാർക്കിന്റെ തൊട്ടപ്പുറത്തുള്ള ചിൽഡ്രൻസ് പാർക്കിലാണ്. ചേച്ചിമാരൊക്കെ മാങ്ങ പൊട്ടിച്ചു പോണ്ട്, നമുക്കൊരു മാങ്ങ പോലും തന്നില്ല. അപ്പോൾ എന്താ 2 വാക്ക് പറയും? ഞാനിതിൻ്റെ ഇടയിൽ കയറി വരുന്ന ഒരു ക്രൂരനല്ല, ക്യാമിയോ ഒന്നും പറയാൻ പറ്റില്ല, ഒരു വെകിളിത്തരമുള്ള ഒരു പയ്യൻ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയൊരു ക്യാരക്ടറാണ്. ഇമ്പോർട്ടൻസ് കൂടിയ ക്യാരക്ടറാണ്. ഞാൻ ചെയ്തു വരുമ്പോൾ അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെന്തായാലും വരുമ്പോൾ കണ്ടു വിലയിരുത്തുക അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? കണ്ടു വിലയിരുത്തുക. ഡയറക്ടർ ചിന്തയിലാണ്. നരേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. ക്യാരക്ടറിന്റെ സ്പെസിഫിക്കേഷൻസ് നരേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. ഞാൻ നമ്മുടെ നായകന്റെ അടുത്തോട്ട് പോകാം. നായകന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ DOP. ഇന്ന് നമുക്ക് ഷൂട്ടുണ്ടോ? നായകന് ഷൂട്ടുണ്ടോ? 2 സീനുണ്ട്, ഒരു ഇൻട്രൊഡക്ഷനും ഉണ്ട്. ഓക്കെ, എന്താണ് പറയാനുള്ളത്? നീയും നായകനല്ലേ? ഞാൻ വില്ലനായി വരുന്ന ഒരു ക്യാരക്ടറാണ്. ഇവനാണ് യഥാർത്ഥത്തിൽ നായകൻ. ഞാൻ നായകനല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ ട്വിസ്റ്റ് ആയിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഗോയിങ് ടു ബിക്കം എ ബിഗ് സ്ക്രീൻ ആക്ടർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ കരുതുന്നത്. അപ്പം മുന്നോട്ട് പോട്ടെ, ഷോർട്ട് ഫിലിം എല്ലാവരും ഏറ്റെടുക്കട്ടെ. നല്ലൊരു ആംബിയൻസ് അല്ലേ? എത്ര മണിക്ക് എത്തി? ഞാനൊരു 7 മണി 8 മണിക്ക്. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് നേവൽ ബേസ് ആണ്, അതുകൊണ്ട് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടാവും. സുഭാഷ് പാർക്കിൽ ഇഷ്ടംപോലെ വട്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിൽഡ്രൻസ് പാർക്കിൽ ആദ്യമായിട്ടാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര അധികം സെറ്റപ്പ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. പീസ്ഫുള്ളാണ്. അത് ചിലപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ടാവും. എനിവേ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് പാർക്ക് എപ്പോഴും സുഭാഷ് പാർക്ക് തന്നെയാണ്. ഞാൻ ഇവിടെ അധികം വന്നിട്ടില്ല, നമുക്ക് ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ചിൽഡ്രൻസ് പാർക്ക് അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു ട്രെയിൻ സെറ്റപ്പ് ഒക്കെ ഉള്ളത് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. ട്രെയിൻ സെറ്റപ്പ് ഉണ്ട്, ലുട്ടാപ്പി കുട്ടൂസൻ മായാവിയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ഒരു ലുട്ടാപ്പി ഇരിക്കുന്നു റെഡ് ഇട്ടിട്ട്.
ഈ ഒരു ക്രിയേറ്റിവിറ്റി ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ചെയ്തവർ കൊള്ളാം. എന്താ പറഞ്ഞ് നേരത്തെ പറഞ്ഞൂടി പറയാം. പറയില്ലടാ പറയിക്കലടാ എന്നെ കൊണ്ട്. കണ്ടിട്ട് എന്തായിരിക്കും ആൾക്കാർക്ക് അത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നണത്? ഡയറക്ടറിന്റെ ബ്രില്യൻസിൽ ഡയറക്ടർ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമന്റ് ബോക്സ് ചെയ്യാം അല്ലേ. ഷൂട്ടിങ് മാത്രം നടക്കണില്ലല്ലോ ഇവിടെ. ഷൂട്ട് ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. നമ്മുടെ സാധനങ്ങളൊക്കെ തുടങ്ങും. അപ്പൊ ഞാനും എക്സൈറ്റഡ് അല്ല. കാര്യം അവരെ കഴിവ് ഞാൻ കണ്ടതാണ് ഒരു വട്ടം ഡേ 1 അല്ലേ. അപ്പൊ ഞാൻ വെയിറ്റിംഗിലാണ്. എന്താ ഒന്നും പറയാത്തെ? ആള് ജിമ്മാണ് കേട്ടോ. ജിം ട്രെയിനറാണ്. ഇവിടെ നമ്മളെ ക്യാമറ ഉണ്ട്. എന്താണ് നമ്മളുടെ ക്യാമറേനെ പറ്റിയിട്ടുണ്ട്? ഇതാണ് നമ്മുടെ ക്യാമറ. കാനോണിന്റെ ആണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഗിംബിലൊന്ന് കാലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെതായ കുറച്ച് പരിപാടികൾ ഇപ്പൊ തന്നെ സെറ്റ് ആവും. നമുക്ക് എന്തായാലും ഹായ്. അപ്പം ഞാൻ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരണം എന്ന് തോന്നി. സെക്കൻഡ് ഡേ ഷൂട്ട്, സെക്കൻഡ് ക്രൂ. ഓക്കെ, ഇനി അടുത്തത് ആരുടെ കൂടെയാണെന്ന് നമുക്ക് വീഡിയോയിൽ പോയി കാണാം. ഗൈസ്, നമ്മളുടെ ഷൂട്ട് ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കാണ്ട് ഹാരിയറിൻ്റെ വീഡിയോ ആണെന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഹാരിയറിൻ്റെ ഒരു ക്രിയേറ്റീവ് വീഡിയോ. KVR ടാറ്റയുടെ 3ാമത്തെ ക്രിയേറ്റീവാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ചെയ്തത് ടിയാഗോൻ്റെ ആദ്യം ചെയ്തത്. അതിനുശേഷം നമ്മൾ സിയാറയുടെ ചെയ്തു. ഇപ്പോൾ ഹാരിയറിൻ്റെ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇവിടെയാണ്. ഈ ലൊക്കേഷൻ ആർക്കെങ്കിലും അറിയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ക്ലൂ എടുക്കാം. അവിടെ ഒരു ഫ്രെയിം കാണിച്ചു കൊടുത്ത് ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ഹോണ്ടഡ് ഹൗസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കൂടുതൽ പേര് കമന്റ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു ഹോണ്ടഡ് ഹൗസിൽ കയറും നിങ്ങൾക്ക് വേണ്ടി. ഹിമനിപ്പോ പാമ്പ് കടിച്ചായിരുന്നു പറമ്പിൽ പോയിട്ട്. ഇല കൂട്ടിയെടുത്തപ്പോ പാമ്പിനും കൂടി കൂട്ടി കയ്യിലെടുക്കൂടെ? ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കാണൂ. ഏതാ ഫ്രെയിമില്ലേ? വെളിച്ചം കണ്ടില്ലേ? ആ വഴി ഇങ്ങനെ താഴോട്ട് വരുന്നു. നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂ കണ്ടില്ലേ? നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വഴി എപ്പോഴും പോകുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ചിത്രീകരിക്കണം എന്നുള്ളത്. അതിനൊരു നല്ലൊരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ട്, ഇവിടെ ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ഹോണ്ടഡ് ഹൗസ് ഉണ്ട്. ഇവിടെ ഫുൾ ഹോണ്ടഡ് ഹൗസുകളുടെ ഒരു ഹൗസല്ല, ഹോണ്ടഡ് ഫ്ലാറ്റ്സ്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇതിന്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പേര് കമന്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് എക്സ്പ്ലോർ ചെയ്യാം. ഡ്രൈവറില്ലാതെയാണ് ഇപ്പോൾ പോണേ. ഉരുണ്ട് പോവാ. അയ്യോ, വണ്ടി ഉരുണ്ട് പോണേ. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. നമ്മളിവിടെ റിമോട്ടിലാണ് അല്ലേ. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചാവി. റോട്ടിൽ ഇല കൂട്ടിയിട്ട് കത്തിക്കാനല്ല, നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ പോലും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? അല്ലേ? ഒരു ചൂലും കൂടി കൊണ്ടുവരായിരുന്നു, നമുക്ക് ഈ പറമ്പ് മൊത്തമായിട്ട് അടിച്ചോരി. ഞങ്ങളിതാ അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോ ഡ്രൈവർ ഇതാ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത തൊട്ടടുത്തിന് ഉള്ള തന്നെ ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. എല്ലാ സിനിമയിലും ഈ റോഡുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മമ്മൂട്ടി മോഹൻലാലും കൂടിയിട്ടുള്ള പടത്തിന് അതിന്റെ പേരെന്തായിരുന്നു? പാട്രിയോട്ടിലുണ്ട്. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലുള്ള റോഡാണിത്. ഇത് ഇവിടെ ഉള്ളവരാണെങ്കിൽ മനസ്സിലാവും ഈ റോഡ്. നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡ്, പണി നടന്നുകൊണ്ടിരിക്കുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് നമ്മൾ അടുത്ത ഷൂട്ടുള്ളത്. നമുക്ക് കുറച്ച് ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. കിഡ്നാപ്പിംഗ് മിണ്ടല്ല, ആരും അറിയാതെ ഷൂട്ട് ചെയ്യുക. കിഡ്നാപ്പിംഗ് ഹായ് കിഡ്നാപ്പിംഗ്. തന്നെ കിഡ്നാപ്പിംഗ്. ഗംഭീര ഷൂട്ടാണ്. ഇപ്പോൾ നമ്മളുടെ 3 or 4 ലൊക്കേഷനാണ്. Flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I can't. ഒരു കിട്ടുന്ന ഡ്രിഫ്റ്റിംഗ് സീനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. Yeah, they can't get like me. Rocking boots and white tees.
സാധനം എങ്ങനെയുണ്ട് ഡ്രിഫ്റ്റിങ് കാണില്ല, വീഡിയോ വരുമ്പോൾ ഉണ്ടാവും. വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളുടെ അടുത്ത ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇൻഡോറാണ് ഷൂട്ട്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുതിയ ക്യാരക്ടേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് ഒരു ക്യാരക്ടർ. നമ്മുടെ ഈ ഒരു ഇതിൽ പോലീസുകാരനാണ്. ശരിക്കുള്ള പേര് ജോബിൻ. നമ്മുടെ സാബിത്തിൻ്റെ ഫ്രണ്ടാണല്ലേ. ഞാൻ വില്ലനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. കഴിഞ്ഞ നമ്മളുടെ കണ്ടെയ്നറിൻ്റെ ഒരു ഏരിയയിൽ നമ്മളെ ഫേസ് ടു ഫേസ് നിന്ന വില്ലനാണ്. ഓക്കെ, അപ്പോൾ ഇനി അമ്മ ക്യാരക്ടറൊക്കെ ഉണ്ട്, ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ക്ലൈമാക്സിലേക്ക് എത്തി. ഇവിടെ ഇടികൊണ്ട പാട്, മുറിഞ്ഞ ചോര പാട്, ചോര, ഒറിജിനൽ ബ്ലഡ്. ഇങ്ങനെയാണ് വ്ലോഗ്. ഇത് ഇടികൊണ്ട ചതവിൻ്റെ ഒരു പാട് അല്ലേ. ഇനി നമ്മളിവിടെ ചോര ഒലിപ്പിക്കും. തിയേറ്ററിക്കൽ ആക്ഷൻ ബ്ലഡ്. ഇത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. കിഡ്നാപ്പായ ആ പെൺകുട്ടി മുഖം സ്റ്റിക്കർ അടിച്ച് കാരണം നിങ്ങൾ കണ്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ല. എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് കേട്ടോ അപ്പോൾ മേക്ക് ഓവർ ഉള്ളത്. ആളുടെ നെറ്റി ഇടിച്ച് കണ്ടെയ്നർ ഇടിപ്പിച്ചതിൻ്റെ ഒരു ചോര. അത് കൊള്ളാട്ടാ, ചോര ഒലിച്ചിറങ്ങിയ വൈബുണ്ട്. കഴിവ് തന്നെ. ഇതാണ് നമ്മുടെ അമ്മ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മ ആക്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തത്. നിർത്താൻ പറ്റാതായി പോയി. എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചൊരു അമ്മയാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെങ്കിലും ഇത്രയും പ്രാവശ്യം അടിക്കുന്നത്. പാവം കുറെ അടിയുണ്ടോ. വെച്ചുവിട്ടാ ഇങ്ങനെ മെയിൻ നടി. അങ്ങനെ അടിക്കുന്ന പോലെ അടിക്കണം. കറക്റ്റ് അതിന് മേളിൽ വെച്ചാൽ മതി. കിട്ടിയില്ല ആക്ടിങ്, ഒരു രക്ഷയില്ലാണ്ടോ. ഇവിടെ എത്തണല്ല, ഇവിടെ എത്തണത്. പണിത് അത് ശരിക്കും അടിച്ചതാണോ? മേക്ക് ഓവർ എങ്ങനെയുണ്ട്? മേക്ക് ഓവർ ശരിക്കും ഒറിജിനൽ പോലല്ലേ? ബ്ലഡ് കണ്ടാൽ തല കറങ്ങുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ ഒരു വീഡിയോ. കുറച്ചധികം ബ്ലഡ് നേരത്തെക്കാട്ടി കൂടുതലാക്കിയിട്ടുണ്ട്. ബിഗ് സ്ക്രീനിലോട്ടുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കല്ല, ഒരുപാടായി തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഓൾറെഡി പരിചയപ്പെടുത്തി. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ നമ്മളുടെ ഒരു ജേണി ചെറിയ രീതിയിൽ ചേഞ്ച് വരുത്തി, ഒരു വേ ഓഫ് അല്ലേ, നമ്മൾ ബിഗ് സ്ക്രീനിലോട്ടാണ് ഇപ്പോൾ നമ്മളുടെ യാത്ര. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തരണം. സാബിത്തും വലിയൊരു ആക്ടറാണ്. എനിക്ക് സാബിത്തിനൊക്കെ തരിക. നല്ല ക്രിയേറ്റീവ് വീഡിയോ ആഡ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും അല്ലേ? അതെ. നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? അല്ല, നമ്മുടെ യാത്ര ബിഗ് സ്ക്രീനിലോട്ടാണ്, സിനിമയിലോട്ടാണ്. അപ്പം നമ്മളിതൊക്കെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഷോർട്ട് ഫിലിം ആണെങ്കിലും അതുപോലെ ക്രിയേറ്റീവ് ആഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ആഡ് ഫിലിം ആണെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ യാത്രയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരു നടി ഇവിടെ ഉണ്ട്. എന്നെ എൻ്റെ പെങ്ങളെയും അടിച്ച് പരത്തി അവൻ. അപ്പോ അമ്മ ഉണ്ട്. അമ്മ വിഷമല്ലേ, നമ്മുടെ താഴെ മോളല്ലേ. 3 വർക്ക് ചെയ്തു നമ്മൾ. ആ 3 വർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക അല്ലേ? അപ്പോൾ ബൈ. വീണ്ടും പറയുന്നു, become a big screen actor. Big screen actor. Bye.